Good afternoon. ഉള്ളല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് നമ്മൾ എമർജൻസി സർവീസ് ആവശ്യപ്പെട്ട് നമുക്കൊരു ആംബുലൻസിന് നമുക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വിളിക്കേണ്ട നമ്പർ ഏതായിരുന്നു? എത്രയായിരുന്നു? 108 അല്ലെ? 108 എന്ന നമ്പറിലേക്കാണ് നമ്മൾ വിളിക്കേണ്ടത്. അപ്പൊ നമ്മൾ എമർജൻസി സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുമ്പോൾ ഒരു കോളർ എന്തൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യണം? എവിടെന്നാണ് കോള് വിളിക്കുന്നത്, ഏത് തരത്തിലുള്ള എമർജൻസി ആണ്, എത്ര ആളുകൾക്ക് ഇഞ്ചുറി സംഭവിച്ചു, അതിന്റെ അവസ്ഥ, ഇഞ്ചുറിയുടെ അവസ്ഥ എന്താണ്, കോളറിന്റെ നെയിം, കോണ്ടാക്ട് നമ്പർ, ഇത്രയും ഇൻഫർമേഷൻ അവർ പാസ് ചെയ്യേണ്ടതാണ് അല്ലെ? അത്രയല്ലേ നമ്മൾ പറഞ്ഞത്? ആ 4 പോയിന്റ് വരെ 4 പോയിന്റ്സ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീരുന്നു അല്ലെ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കിയേ, അടുത്ത സെന്റൻസ് നോക്കിയേ, അടുത്ത പാരഗ്രാഫ് നോക്കിയേ. Emergency help sent through this process is expected to reach the site of the emergency in an average of 18 minutes. നമ്മളപ്പോ 108 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുമ്പോൾ എന്താ അവിടെ നമ്മള് എന്താ പറയാ, നമ്മൾ എവിടെ നിന്നാണോ വിളിക്കുന്നത്, നമ്മുടെ ആ ഒരു ലൊക്കേഷൻ, അവിടെ നിന്ന് നമുക്കൊരു 18 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്നായിരിക്കണം ആ സർവീസ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വിളിക്കുമ്പോ എന്താ പറയാ, 108ലേക്ക് വിളിക്കുമ്പോൾ അപ്പൊ നമ്മൾ വിളിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ അതിന്റെ അടുത്തേക്ക് കണക്ട് ചെയ്യും. അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കിടെ അടുത്തേക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർവീസ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ ഒരുപാട് സമയമൊക്കെ നമുക്ക് ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരുപാട് സമയമൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തേക്കൊക്കെ ആംബുലൻസ് എത്തുന്ന രീതിയിലുള്ള ഒരു സർവീസ് ആയിരിക്കണം നമ്മൾ ആവശ്യപ്പെടേണ്ടത്. ഓക്കെ. Emergency help sent through this process is expected to reach the site of the emergency in an average 18 minutes. 18 മിനിറ്റിന് ഉള്ളിൽ എത്തിപ്പെടേണ്ട അത്രയും ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ അത്രയും ആ ഡിസ്റ്റൻസ്, അത്രയും ടൈം കൊണ്ട് എത്തിച്ചേരേണ്ട സർവീസ് ആയിരിക്കണം നമുക്ക് ലഭിക്കേണ്ടത്. Pre-hospital care will be given to patients who are transported to the nearest hospital. ഇനി ആ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് എന്ത് വേണം? അവിടെ ആ പേഷ്യൻസിന് നമുക്ക് hospital care given to patients who are transported to the nearest hospital. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റ് എത്തുമ്പോൾ അതിന് മുന്നേ നമുക്ക് ആ ആംബുലൻസിലും എന്ത് വേണം? ഒരു കെയർ കൊടുക്കേണ്ട ഫെസിലിറ്റി നമ്മൾ കൊടുക്കണം. അപ്പൊ ആ ഒരു ഫെസിലിറ്റി, ദ സർവീസ് ജനറലി ഫ്രീ ടു പേഷ്യന്റ്. അപ്പൊ നമുക്ക് കൊടുക്കേണ്ടത്, ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തുന്നവരേക്കും നമ്മൾ എന്തെങ്കിലും കെയർ കൊടുക്കണമെങ്കിൽ അത് ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ കൊടുക്കുന്നതിന് നമ്മൾ ആ ഒരു ഇതിന് നമുക്ക് പൈസ ഒന്നും വേണ്ട. The service generally free to patient. അത് പേഷ്യന്റിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സർവീസ് ആണ്. അതിന് വേറെ പൈസയൊന്നും കൊടുക്കണ്ട. ഓക്കെ. അപ്പൊ അതാണ് പ്രീ ഹോസ്പിറ്റൽ കെയർ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് പ്രീ ഹോസ്പിറ്റൽ കെയർ, അതായത് ആംബുലൻസിൽ തന്നെ ചിലപ്പോ ചില കെയറുകൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനുള്ള ഫെസിലിറ്റി ആംബുലൻസിൽ ഉണ്ടായിരിക്കണം. ആ സർവീസ് നമ്മൾ ആംബുലൻസ് കൊടുക്കുന്നതിന് വേറെ പൈസയൊന്നും വേണ്ട, ഫ്രീ ആണ്. പേഷ്യന്റിന് അത് ഫ്രീ ആയിട്ട് ആ പ്രീ ഹോസ്പിറ്റൽ കെയർ ആംബുലൻസിൽ കൊടുക്കും. 108 is generally by the EMRI, Emergency Management and Research Institute. അതൊന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ, എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. 108 is generally by the EMRI across more than 10 states in India. ഇന്ത്യയില് 10 സ്റ്റേറ്റിൽ കൂടുതൽ നമ്മൾ എമർജൻസിക്ക് വിളിക്കുന്നത് ഏതാണ്? 108 എന്ന നമ്പറിലേക്കാണ്. എന്ന നമ്പറിലേക്കാണ് നമ്മൾ ഇന്ത്യയില് 10 സ്റ്റേറ്റിൽ കൂടുതലും നമ്മൾ
എമർജൻസിക്ക് വിളിക്കേണ്ട നമ്പർ 108 അത് EMRI എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഇതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി during an emergency situation, to know what to do might save someone else life. അതായത് നമ്മൾ ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്താണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പേഷ്യന്റിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ വെറുതെ ഒരു ആംബുലൻസ് വേണമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് നമ്മൾ ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതോടുകൂടി ചിലപ്പോൾ ബി ടൈപ്പോ അല്ലെങ്കിൽ സി ടൈപ്പ് ഡി ടൈപ്പ് ഒക്കെ അത് ഏതെങ്കിലും ആംബുലൻസ് വേണ്ടി വന്ന പേഷ്യന്റ് ആണെങ്കിൽ ആ ഒരു ഫെസിലിറ്റി വേണ്ട ആംബുലൻസ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകം പറയണം, ആ പേഷ്യന്റിന്റെ അവസ്ഥ നമ്മൾ പറയണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി ഉള്ള ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ നമ്മൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിരിക്കും ആ ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെറുതെ അങ്ങോട്ട് ആംബുലൻസ് വേണമെന്ന് പറഞ്ഞ് മാത്രം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ഇത് വേണമെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വരുന്ന ആംബുലൻസിൽ ഇങ്ങനെ സാധാ ടൈപ്പ് ആംബുലൻസ് ആണെങ്കിൽ ഫെസിലിറ്റി ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ആ ഫെസിലിറ്റിയോട് കൂടി അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനെ ഫെസിലിറ്റിയോട് കൂടി നമ്മൾ കൊണ്ടുപോകേണ്ടതാണെങ്കിൽ എന്താ പറയാ, അപ്പൊ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അല്ലെ ആ ഒരു ഫെസിലിറ്റി ഉള്ള ആംബുലൻസ് അവിടെ കിട്ടാത്തത്. നമ്മൾ ആ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്താത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടിരിക്കും ആ ഒരാളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് അയാളുടെ ലൈഫ്. ഓക്കെ, ഇനി here are few tips on what you should tell the emergency dispatcher. Emergency dispatcher എന്ന് പറഞ്ഞാൽ എമർജൻസി അറിയിക്കുന്ന ആള്, വിളിച്ച് അറിയിക്കുന്ന ആളില്ലേ, കോളർ. എമർജൻസി അറിയിക്കുന്ന ആളാണ് എമർജൻസി ഡിസ്പാച്ചർ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ, എമർജൻസി അറിയിക്കുന്ന ആള്. While calling for an ambulance, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എമർജൻസി അറിയിക്കുന്ന ആള് അത് ഈ കോളർ പാസ് ചെയ്യേണ്ടത് ആംബുലൻസിൽ കോൾ ചെയ്യുമ്പോൾ? അതിന്റെ കുറച്ച് ടിപ്സുകളാണ്. ഹിയർ ആർ ഫ്യൂ ടിപ്സ്. കുറച്ച് ടിപ്സുകളാണ് ഈ ഇവിടെ താഴെ 4-5 പോയിന്റിലായിട്ട് ഇവിടെ 5-6 പോയിന്റ് ഉണ്ട്, 6 പോയിന്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹിയർ ആർ ഫ്യൂ ടിപ്സ് ഓൺ വാട്ട് you should tell the emergency dispatcher while calling for an ambulance. ഒരു ആംബുലൻസ് കോൾ ചെയ്യുമ്പോൾ ആ എമർജൻസി അറിയിക്കുന്ന ആള് എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇവിടെ താഴെ തന്നേക്കുന്നത്. അപ്പൊ ഏതൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? Be calm and tell the emergency operator the details of the type of emergency. എന്താ calm എന്ന് പറഞ്ഞാൽ be calm. നമ്മൾ എങ്ങനെയായിരിക്കണം വിളിക്കുന്ന ആള് എങ്ങനെയായിരിക്കണം? calm എന്ന് പറഞ്ഞാൽ എന്താ? ശാന്ത. കുറച്ച് റെക്കോർഡാണ് കാണുന്നത്. ഓക്കെ, ഇത് ആംബുലൻസ് സർവീസ് ആണ് കേട്ടോ. ആ പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ആരെങ്കിലും. ആംബുലൻസ് സർവീസ് ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് സെക്ഷനിൽ നിൽക്കുക കേട്ടോ. 78 ആക്ച്വലി ഇവിടെ വെച്ചിട്ടുണ്ട്. പേജ് നമ്പർ 78 ആണ്. ഓക്കെ, സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല. നിങ്ങൾ സമയം പോലെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് റെക്കോർഡ് ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. ഓക്കെ, ദിവ്യ താങ്ക് യു ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കാം എന്ന് പറഞ്ഞാ നമ്മൾ ശാന്തമായിരിക്കണം. നമ്മൾ വിളിക്കും പാനിക് ആവരുത്. നമ്മൾ വിഭ്രാന്തിപ്പെട്ട അപ്പൊ ആ ഒരു സംഭവം കണ്ടിട്ട് നമ്മൾ പേടിച്ച് അല്ലെങ്കിൽ വിഭ്രാന്തിപ്പെട്ട് നമ്മൾ വിളിക്കരുത്. അപ്പൊ അതാണ് ടെൻഷൻ അടിക്കരുതെന്ന് പറയുന്നത്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഉള്ളതും കൂടി നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളോട് എക്സാമിന് പറയൂലേ ടെൻഷൻ അടിക്കരുത്, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടാവും, എങ്കിൽ വെറുതെ ടെൻഷൻ അടിക്കും ചില ആളുകളുടെ പ്രശ്നം. അപ്പൊ നമുക്ക് ചിലപ്പോ അറിയാവുന്നതും കൂടി നമുക്ക് എഴുതാൻ പറ്റില്ല, അല്ലെ? നമുക്ക് ഫ്രീ ആക്കണം, നമ്മുടെ മനസ്സ് ഫ്രീ ആക്കണം. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കാതെ നമ്മൾ ശാന്തമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം.
We come and tell the emergency operator the details of the type of emergency. ഏത് തരത്തിലുള്ള എമർജൻസി ആണ്, അത് ഏത് ടൈപ്പ് ആണ് എന്നുള്ള ഡീറ്റെയിൽ ശാന്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പാനിക് ആവരുത്, നമ്മൾ വിഭ്രാന്തി ഒന്നും പെടാനൊന്നും പാടില്ല. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, you will be demanded to tell him or her the address to where the ambulance should reach. That includes the postal code. ഇനിയിപ്പോ നമ്മളോട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മളോട് പറയാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അഡ്രസ് ഏത് ഇതിനകത്താണ് നമ്മള് യു വിൽ ബി ഡിമാൻഡഡ് ടു ടെൽ ഹിം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറയണം ഈ ഒരു കാര്യം കൂടി, അഡ്രസ്സും കൂടി പറയണം. ആംബുലൻസ് എവിടെയാണ് എത്തിച്ചേരേണ്ടത്, ആ അഡ്രസ്, ദാറ്റ് ഇൻക്ലൂഡ്സ് ദ പോസ്റ്റൽ കോഡ്, പിൻകോഡ് അടക്കം ആ അഡ്രസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമ്മളത് അതും കൂടി പറയണം. അത് എവിടേക്ക് വെറുതെ വിളിച്ച് പറഞ്ഞാൽ പോരല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് എവിടെയാണ് കറക്റ്റ് നമ്മള് ആംബുലൻസ് എത്തിച്ചേരേണ്ട ലൊക്കേഷൻ എവിടെയാണ്, പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള നമ്മള് ആ കറക്റ്റ് അഡ്രസ് പറഞ്ഞു കൊടുക്കണം. ഇനി യുവർ ഫോൺ നമ്പർ may be also be entered for in case the operator want to contact you for direction. തേർഡ് പോയിന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, യുവർ ഫോൺ നമ്പർ may also be enquired of. അന്വേഷിക്കുകയാണെങ്കിൽ, എൻക്വയർഡ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, ചോദിക്കുക. നമ്മുടെ ഫോൺ നമ്പർ ഇനി ചോദിക്കുകയാണെങ്കിൽ, ഓപ്പറേറ്റർ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, ഇൻ കേസ് ദ ഓപ്പറേറ്റർ വാണ്ട്സ് ടു കോണ്ടാക്ട് യു ഫോർ ദ ഡയറക്ഷൻ. തിരിച്ച് ആ ഓപ്പറേറ്ററിന് നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ, ആ ഒരു നമ്പർ, നമ്മുടെ നമ്പർ വേണമെങ്കിൽ, അപ്പൊ അങ്ങനെ നമ്മളോട് ആ നമ്പർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫോൺ നമ്പർ കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പൊ അഡ്രസ്സും പിൻകോഡ് അടക്കമുള്ള അഡ്രസ്സ് മാത്രം പറഞ്ഞു കൊടുത്താൽ പോലെ ആ ഒരു ഫോൺ നമ്പർ കൂടി പറഞ്ഞു കൊടുക്കണം. യുവർ ഫോൺ നമ്പർ may also be entered of. നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുകയാണെങ്കിൽ, അപ്പൊ എന്തിനാ ഓപ്പറേറ്ററിന് നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഫോൺ നമ്പർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അത് നമ്പർ കൂടി പറഞ്ഞു കൊടുക്കണം. ഇനി he or she will also need the patient's age, sex and any medical history you might recollect. എന്താ അടുത്ത് പറഞ്ഞേക്കണേ, അപ്പൊ നമുക്ക് അറിയാമെങ്കിൽ പേഷ്യന്റിന്റെ ഏജ്, സെക്സ്, മെഡിക്കൽ ഹിസ്റ്ററി, അപ്പൊ അതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ അതും കൂടി പറഞ്ഞു കൊടുക്കണം. അറിയാമെങ്കിൽ നമുക്ക് അത് കൂടി പറഞ്ഞു കൊടുക്കാം. പേഷ്യന്റ് പേര്, എത്ര വയസ്സുള്ള പേഷ്യന്റ് ആണ്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ് അവസ്ഥ എന്നുള്ളത് ആ ഹിസ്റ്ററി കൂടി പറഞ്ഞു കൊടുക്കണം. ഇനി അഞ്ചാമത്തെ പോയിന്റിൽ എന്താ, ദ ഓപ്പറേറ്റർ വിൽ ഓൾസോ നീഡ് ടു ടേക്ക് ഇഫ് ദ ഫുഡ് ഈസ് ബ്ലീഡിങ്. കണ്ടോ, ഇതൊരു കാര്യമാണ്. അപ്പൊ ഈ ഓപ്പറേറ്ററിന് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽ എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിനകത്ത് ആ ഒരു വ്യക്തിക്ക്, ആ ഒരു പേഷ്യന്റിന്, ഒരു പേഴ്സൺ, അല്ലെങ്കിൽ പേഷ്യന്റ് ബ്ലീഡിങ് ആണോ, ഇപ്പൊ എന്തെങ്കിലും ഇഞ്ചുറി പറ്റി മുറിവ് ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ടുള്ള പേഷ്യന്റ് ആണോ, ഇഫ് ഹി ഓർ ഷീ ഈസ് കോൺഷ്യസ്, ഇനി അബോധാവസ്ഥയിലാണോ, ബോധാവസ്ഥയിലാണോ, കോൺഷ്യസ് ആണോ, ബോധമുള്ള ഒരു അവസ്ഥയിലാണോ, അത് അൺകോൺഷ്യസ് സ്റ്റേജിലാണോ, ഏതാണ് മക്കളുടെ പേഷ്യന്റിന്റെ അവസ്ഥ ഏതാണ്, ഹാസ് ചെസ്റ്റ് പെയിൻ ആൻഡ് ഈസ് ബ്രീതിങ്, നെഞ്ചുവേദനയോ ബ്രീതിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ലേ 5 പോയിന്റ്. ഓപ്പറേറ്റർ നമ്മളെന്താ നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ടത്, നമുക്ക് ആ പേഷ്യന്റിനെ സംബന്ധിച്ച് പേഷ്യന്റ് ബ്ലീഡിംഗ് ആണോ, കോൺഷ്യസ് ആണോ, ബോധാവസ്ഥയിലുള്ള പേഷ്യന്റ് ആണോ, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യന്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എമർജൻസി ഓപ്പറേറ്ററിനെ പറഞ്ഞു കൊടുക്കണം. ആറാമത്തെ പോയിന്റിൽ എന്താ, യു വിൽ ഓൾസോ ബി ഡിമാൻഡഡ് ടു മേക്ക് ക്ലിയർ the type of the injury or emergency and what caused the incident. അടുത്ത നോക്കി ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കണേ, you will also be demanded to make clear the type of injury or emergency. ഏത് തരത്തിലുള്ള ഇഞ്ചുറി ആണ്, ഏത് തരത്തിലുള്ള എമർജൻസി ആണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ പറയണം. ടൈപ്പ് ഓഫ് ഇഞ്ചുറി അല്ലെങ്കിൽ എമർജൻസി ഏതാണെന്ന് പറയണം. ആൻഡ് വാട്ട് കോസ്ഡ് ദ ഇൻസിഡന്റ്, ഒരു കാര്യം കൂടി ഉണ്ട്, എന്താ ആ ഒരു സംഭവത്തിന് കാരണമായിട്ടുള്ള
സംഭവം എന്താണ്, ഓക്കെ, അതിന് ആ ഈ ഇൻസിഡന്റിന് കാരണമായിട്ടുള്ള എന്താണ് കാരണമായിട്ട് എന്തെങ്കിലും സംഭവമാണോ, എന്താണ് കാരണം എന്നുള്ള കാര്യം കൂടി പറയണം. ഇങ്ങനെ 6 പോയിന്റ്സിലാണ് അത് പറഞ്ഞേക്കുന്നത് കേട്ടോ. കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ആദ്യത്തെ സെക്ഷൻ ഇതാണ് ചോദിക്കുന്നെങ്കിൽ ഒരു 4 പോയിന്റ് ആദ്യത്തെയാണ് അങ്ങനെ കൂടുതൽ ചോദിച്ച് കണ്ടേക്കുന്നത് കേട്ടോ. എന്നാലും ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ കോളർ പാസ് ചെയ്യണം, ഓപ്പറേറ്ററിനോട് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ആംബുലൻസ് സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പാസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞാൽ നമ്മൾ കാമായിട്ടിരിക്കുക, ഏത് തരത്തിലുള്ള എമർജൻസി ആണ് അതിന്റെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ അവര് എന്താ പറഞ്ഞേക്കുന്നത്, പിന്നെ പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള അഡ്രസ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ അടുത്തത് ഈ ഡയറക്ഷന് വേണ്ടിയിട്ട് ആ ഓപ്പറേറ്ററിന് നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളോട് നമ്പർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കണം. പിന്നെ അടുത്തത് നമുക്ക് അറിയാമെങ്കിൽ പേഷ്യന്റ് ഏജ്, സെക്സ്, മെഡിക്കൽ ഹിസ്റ്ററി ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. പിന്നെ അടുത്തത് പേഷ്യന്റ് ബ്ലീഡിംഗ് ആണോ, കോൺഷ്യസ് ആയിട്ടുള്ള ബോധാവസ്ഥയിലുള്ള പേഷ്യന്റ് ആണോ, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞു കൊടുക്കണം. ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, you will be demand to make clear the type of injury or emergency. ഏത് തരത്തിലുള്ള ഇഞ്ചുറി ആണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എമർജൻസി ആണ്, അതിന് കാരണമായിട്ടുള്ള ഇൻസിഡന്റ് എന്താണ്, സംഭവം എന്താണ്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ലാസ്റ്റ് ഈ ഒരു സെക്ഷൻ കൂടി ഉള്ളു കേട്ടോ. അതായത് ക്രൂയിങ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ക്രൂയിങ് എന്ന് പറഞ്ഞ എന്താ, ആരെ കുറിച്ചാ പറയണേ, ആംബുലൻസിലുള്ള ജോലിക്കാർ, ജോലിക്കാരാണ്, സ്റ്റാഫാണ് ക്രൂയിങ് എന്ന് പറയുന്നത്. ആംബുലൻസിലെ സ്റ്റാഫിനെ കുറിച്ച് പറയുന്നതാണ് ക്രൂയിങ് എന്ന് പറയുന്നത്. ക്രൂയിങ്, ആംബുലൻസിലുള്ള സ്റ്റാഫിനെ കുറിച്ച് പറയുന്നതാണ് ക്രൂയിങ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്ന് വെച്ചാൽ എല്ലാ ആംബുലൻസിലും ഒരുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അതിനെ ഓരോന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മൾ സാധാ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താ, ഒരു ഡ്രൈവർ മതി, പിന്നെ ഒരു പേഷ്യന്റിനെ നോക്കാനായിട്ട് ഒരാൾ മതി, അങ്ങനെ 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും മതി. എന്നാൽ നമ്മൾ ആ എമർജൻസിയുടെ അനുസരിച്ച് നമുക്ക് അതിലുള്ള സ്റ്റാഫുകൾ വ്യത്യാസപ്പെടും. ഒത്തിരി ക്രിട്ടിക്കൽ ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു ഡോക്ടർ തന്നെ വേണ്ടി വരും. അല്ലാതെ ആളുകളൊന്നും മതിയാവില്ല, ഡോക്ടർ തന്നെ പോകും. ചിലപ്പോൾ നേഴ്സ് മതിയാവും, ചിലപ്പോൾ ഡോക്ടർ തന്നെ വേണ്ടി വരുന്ന കേസുകളുണ്ട്. അപ്പൊ അത്രയും ആ ഇഞ്ചുറിയുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് നോക്കിയിട്ട് നമ്മുടെ ആംബുലൻസിലുള്ള സ്റ്റാഫുകളും വ്യത്യാസപ്പെടും. അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷനും അതെ, എല്ലാം ഒരേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളല്ല അതിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിടത്ത് നിന്ന് മറ്റൊരു ഇടത്തേക്ക് നമ്മൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു ടീം ആംബുലൻസിൽ വേണം. നോക്കിയേ, there are different levels of qualification that the ambulance crews may hold. അപ്പൊ ആംബുലൻസ് ക്രൂസിന്, ആംബുലൻസിലെ സ്റ്റാഫിന് പല തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് വേണം. എല്ലാവരും ഒരേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കില്ല, പല രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ആംബുലൻസിൽ ഉള്ളത്. Called from following the formal qualification to have a fully qualified doctor on board. അപ്പൊ സാധാരണ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർ മുതൽ അവിടെ നല്ല ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ തന്നെ വേണ്ടി വന്നേക്കാം ചില കേസുകളിൽ. അതാണ് നമ്മൾ പറഞ്ഞേക്കണം. അപ്പൊ ഏത് എമർജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് ആ ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും. നമ്മൾ ഇന്റൻസിറ്റി അനുസരിച്ച് ആ ഏത് തരത്തിലുള്ള എമർജൻസി ആണ്, അതിന്റെ ആഴം, തീവ്രത എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് ആംബുലൻസിലെ ക്രൂസുകൾ വ്യത്യാസപ്പെടാം. ഓക്കെ, മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർഡ് അറ്റ്ലീസ്റ്റ് 2 crew members. അണ്ടർലൈൻ ചെയ്തിട്ടേ, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർഡ്, എത്ര പേര് വേണം? സാധാരണയായിട്ട് ആംബുലൻസ് സർവീസിൽ എത്ര ക്രൂസ് വേണം, എത്ര ജോലിക്കാർ വേണം? അറ്റ്ലീസ്റ്റ് 2 crew members, 2 crew members എങ്കിലും വേണം. അത് നിർബന്ധമാണ്. ഒരാൾ ഡ്രൈവ് ചെയ്യാനും പിന്നെ പേഷ്യന്റിനെ നോക്കാനായിട്ട് ഒരാൾ. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടോ. മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർഡ് അറ്റ്ലീസ്റ്റ് 2 crew members to be on every ambulance. Okay, 1 to drive. ഒരാൾ എന്തിനാ?
ആംബുലൻസ് ഡ്രൈവ് ചെയ്യാൻ അല്ലെ, ഒരാള് ആംബുലൻസ് ഓടിക്കാനായിട്ട്. ആൻഡ് 1 to attend to the patient, ഒരാള് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാൻ, പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ആംബുലൻസിൽ അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും വേണം. ഒരാള് ഡ്രൈവ് ചെയ്യാൻ, 1 to attend to the patient, ഒരാള് പേഷ്യന്റിനെ നോക്കാനായിട്ട്, അറ്റൻഡ് ചെയ്യാനായിട്ട്. കോമൺ ആംബുലൻസ് ക്രൂസ് ക്വാളിഫിക്കേഷൻ ഇവിടെ ആംബുലൻസിലെ ക്രൂസിന്റെ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് ആണ് ഫസ്റ്റ് റെസ്പോണ്ടർ. ഒന്നാമത്തെ ഇതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. നമ്മൾ പഠിച്ചതാണ് ആദ്യം. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞ എന്താ? എ പേഴ്സൺ ഹു റീച്ചസ് ഫസ്റ്റ് at the scene of an incident. ആ ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി, അദ്ദേഹത്തെയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഇത് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ, ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ചോദിക്കും. A person who reaches first at the scene of an incident is called a dash. ഇതിനകത്ത് പറയുന്ന പേരെന്താ? ഫസ്റ്റ് റെസ്പോണ്ടർ. ആ സീനില്, ആ ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി, അദ്ദേഹമാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. And whose job is to give early critical care. എന്താണ് അദ്ദേഹത്തിന്റെ ജോലി? എന്താണ് ഫസ്റ്റ് റെസ്പോണ്ടറിന്റെ ജോലി? എന്താ? ബിക്കോസ് ജോബ് ഈസ് ടു ഗീവ് ഏർലി ക്രിട്ടിക്കൽ കെയർ. പ്രാഥമികമായിട്ടുള്ള ഒരു സഹായം, ഫസ്റ്റ് എയ്ഡ് ഇല്ലേ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ തന്നെ, ആ ഒരു സംഭവ സ്ഥലത്ത് ചെല്ലുമ്പോ തന്നെ നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ കൊടുക്കില്ല, പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട കെയർ, ആ ഒരു പരിചരണം, അത് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് റെസ്പോണ്ടറിന്റെ ജോബ്. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആൻഡ് ഹൂസ് ജോബ് ഈസ് ടു ഗീവ് ഏർലി ക്രിട്ടിക്കൽ കെയർ സച്ച് ആസ് ഏതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് കഴിവുള്ള ആളായിരിക്കണം ഫസ്റ്റ് റെസ്പോണ്ടർ. അല്ലെങ്കിൽ എന്തൊക്കെയാ സച്ചാസ്, ഇനി ഏതൊക്കെയാണ് ആ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഏർലി ക്രിട്ടിക്കൽ കെയറിൽ വരുന്നത്? സച്ചാസ് കാർഡിയോ പൾമോണറി റെസിസ്റ്റേഷൻ, CPR. CPR കേട്ടിട്ടില്ലേ? എന്തിനാ CPR കൊടുക്കണേ? എന്ത് വരുമ്പോഴാ? കാർഡിയാക് അറസ്റ്റ് അല്ലെ? കാർഡിയാക് അറസ്റ്റ്, ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും നമുക്ക് ശ്വാസമൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ, ഹൃദയസ്തംഭനം വരെയാണ്, കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നതാണ് CPR അല്ലെ? CPR എന്താണ്? കാർഡിയോ പൾമോണറി റെസിസ്റ്റേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ട് അത് CPR എന്താണെന്നുള്ളത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എങ്കിലും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. CPR കാർഡിയോ പൾമോണറി റെസിസ്റ്റേഷൻ, അത് കൊടുക്കുക. അല്ലെങ്കിലോ അപ്ലൈയിങ് ആൻ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, AED. അപ്പൊ അവിടെ 2 എക്സ്പാൻഡഡ് ഫോം വന്നിട്ടുണ്ട് കേട്ടോ, അത് രണ്ടും നോട്ട് ചെയ്തിടാം. എന്താണ് CPR? കാർഡിയോ പൾമോണറി റെസിസ്റ്റേഷൻ. രണ്ടാമത്തെയാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് ഓർ അപ്ലൈയിങ് ആൻ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, AED. എന്താ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ അല്ലെങ്കിൽ AED എന്ന് പറഞ്ഞ എന്താ? അപ്പൊ നമ്മളിങ്ങനെ കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടില്ലല്ലോ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നതാണ് CPR. ഇനി ചിലർക്ക് ഈ CPR കൊടുത്തിട്ടും ആ ബ്രീത്തിങ് ശരിയല്ല, അവർക്ക് ശ്വാസം ഇതായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് CPR കൊടുത്തിട്ടും ഇതായില്ലെങ്കിൽ നമ്മൾ അടുത്ത് കൊടുക്കുന്നതാണ് AED. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിനിമയിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ടാവും. നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇങ്ങനെ 2 പിടിക്കുന്നൊരു ഇത് എന്നിട്ട് ഇങ്ങനെ നെഞ്ചിന്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും, ഇങ്ങനെ എന്നിട്ട് ഷോക്ക് പോലെ. അപ്പൊ അതങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഇങ്ങനെ ഒരു ജെർക്ക് വന്നിട്ട് നമുക്ക് ആ ബ്രീത്തിങ് ഇതാവും. അങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലെ? സിനിമയിലാണെങ്കിലും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. സിനിമ പറയുകയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ 2 പിടി പോലത്തെ സാധനമുണ്ട്. അതിങ്ങനെ നമ്മുടെ ചെസ്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. ട്രെയിനിങ് കിട്ടി, പ്രിൻസി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. AED യൂസ് ചെയ്യാനാണോ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ നല്ല ഇതായിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ചെറുക്ക് പോലെ ഇങ്ങനെ ഇതായിട്ട് നമുക്ക് ബ്രീത്തിങ് ഇതാവും. അപ്പൊ അങ്ങനെയാണ്. CPR കൊടുത്തിട്ടും ഇത് നോർമൽ അല്ല, ബ്രീത്തിങ് നോർമൽ ആയിട്ട് വരുന്നില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് AED. അപ്പൊ അത് CPR കൊടുക്കാൻ അറിയണം, അല്ലെങ്കിൽ നമ്മൾ ഈ AED അപ്ലൈ ചെയ്യാനായിട്ട് അറിയണം. ഓക്കെ. മേ ബി പാസേഴ്സ് ഓർ ബൈ
ഫസ്റ്റ് റെസ്പോണ്ടർ മേ ബി സെൻഡ് ബൈ ദ ആംബുലൻസ് സർവീസ് മേ ബി ഹൗസസ്. അപ്പൊ ഇതാരാ ആംബുലൻസ് നമ്മൾ വിളിക്കുമ്പോൾ ആ ആംബുലൻസ് സർവീസിന്റെ കൂടെ നമുക്ക് ഈ ഫസ്റ്റ് റെസ്പോണ്ടറെ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ആംബുലൻസിന്റെ കൂടെ തന്നെ അയക്കാം. ഡ്രൈവറിന്റെ കൂടെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടറെ അയക്കാം. അല്ലെങ്കിലോ ഓർ മേ ബി ഡിസ്പാച്ച്ഡ് ടു ദ സീൻ ഫ്രം ദ അതർ ഏജൻസീസ് സച്ച് ആസ് പോലീസ് ഓർ ഫയർ ഡിപ്പാർട്ട്മെന്റ്. പോലീസ് അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇങ്ങനെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളെ മറ്റുള്ള ഏജൻസികളിൽ നിന്നും ഈ ഫസ്റ്റ് റെസ്പോണ്ടറിനെ നമുക്ക് സംഭവ സ്ഥലത്തേക്ക് അയക്കാൻ പറ്റും. ഓക്കെ, ഒന്നില്ലെങ്കിൽ ആംബുലൻസ് സർവീസിന്റെ കൂട്ടത്തില് നമുക്ക് ഫസ്റ്റ് റെസ്പോണ്ടറെ ആ സംഭവ സ്ഥലത്തേക്ക് അയക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികൾ dispatched to the scene from other agencies such as police or fire department. Police department or fire department ിലുള്ള ആളുകളെയും നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് റെസ്പോണ്ടർ ആയിട്ട് നമുക്ക് ആ സംഭവ സ്ഥലത്തേക്ക് അയക്കാം. ഓക്കെ, അതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെ നോട്ട് ചെയ്തു? ഫസ്റ്റ് റെസ്പോണ്ടർ ആരാന്ന് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചു അല്ലെ. പിന്നെ അതിനകത്ത് CPR എന്താണ് എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു, AED അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്തതാണ് രണ്ടാമത്തെ ആംബുലൻസ് ഡ്രൈവർ. പേരിൽ നിന്ന് തന്നെ അറിയാലോ. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണം? ആംബുലൻസ് ഡ്രൈവറിന് എന്ത് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്താൽ മതി അല്ലേ? ആംബുലൻസ് ഡ്രൈവ് ചെയ്യുക അതാണ്. Some service employees staff without any qualification. അവർക്ക് പ്രത്യേകം ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഇന്ന ഡിഗ്രി പാസ് ആവണം, അല്ലെങ്കിൽ ഇന്നത് ട്രെയിനിങ് കിട്ടണം, ഇന്നത് പഠിക്കണം, അങ്ങനെയുള്ള നമുക്ക് എന്താ ആ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ ഓർ ജസ്റ്റ് ബേസിക് ഫസ്റ്റ് ട്രെയിനിങ്. Okay, because work is to simply drive the vehicle. അവർക്കുടെ ജോലി എന്താ? ഡ്രൈവ് ചെയ്യുക, നല്ല സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. ഡ്രൈവിംഗ് നന്നായിട്ട് അറിയണം, അതാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളൂ. അല്ലാതെ നമുക്ക് എഡ്യൂക്കേറ്റഡ് ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അധികം ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അവർക്ക് ട്രെയിനിങ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആംബുലൻസ് drivers may also have a training in using the radio and knowing where medical supplies are stored in the ambulance. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് നമുക്ക് ഒരു ട്രെയിനിങ് എന്താ, 2-way റേഡിയോ നമ്മൾ പഠിച്ചില്ലേ? 2-way റേഡിയോ എക്യുപ്മെന്റുകൾ പഠിച്ചില്ലേ? അപ്പോ ഈ 2-way റേഡിയോ അത് ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് കിട്ടണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? നമ്മൾ ഓൺ ദ വേയിൽ നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഡ്രൈവറിന് 2-way റേഡിയോ ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് കിട്ടണം. അവർക്ക് ട്രെയിനിങ് കൂടെ ചെയ്താൽ മതി, അല്ലാതെ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ആ ട്രെയിനിങ് തന്നെ കൊടുത്ത് നമുക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു ഇത് വേണം. ട്രെയിനിങ് അവർക്ക് കിട്ടും. അപ്പൊ അതിനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, അത് അറിഞ്ഞിരിക്കണം. ആൻഡ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ആൻഡ് knowing where the medical supplies are stored in the ambulance. ആംബുലൻസിൽ എവിടെയാണ് മെഡിക്കൽ സപ്ലൈ മെഡിസിൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എവിടെയാ സ്റ്റോർ ചെയ്തതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എവിടെയൊക്കെ വെച്ചേക്കുന്നത് കണ്ടോ, അത് അവിടെയൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ പറഞ്ഞേ? ഡ്രൈവ് ചെയ്യാൻ അറിയണമെന്ന് പറഞ്ഞു, പിന്നെ നമ്മളെ 2-way റേഡിയോ യൂസ് ചെയ്യാൻ അറിയണം എന്ന് പറഞ്ഞു, പിന്നെ ആംബുലൻസിലുള്ള മെഡിക്കൽ സപ്ലൈകൾ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, ഇന്ന സ്ഥലത്ത് ഇന്ന സാധനങ്ങൾ. അപ്പൊ അങ്ങനെ ഓരോന്നും എവിടെയാണ് മെഡിക്കൽ സപ്ലൈ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട, എവിടെയൊക്കെയാണ് മെഡിക്കൽ സപ്ലൈ ഉള്ളത് എന്ന് മാത്രം അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ ആംബുലൻസ് ഡ്രൈവറിന്റെ കാര്യം? ഡ്രൈവ് ചെയ്യാൻ അറിയണം, നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയണം, 2-way റേഡിയോ യൂസ് ചെയ്യാൻ അറിയണം, പിന്നെ ആംബുലൻസില് മെഡിക്കൽ സപ്ലൈകൾ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നുള്ളതും അറിയണം. ക്ലിയർ ആയില്ലേ മൂന്നെണ്ണം? അവർക്ക് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, അവർക്ക് നമുക്ക് ഈ 2-way റേഡിയോ ഒക്കെ ഉപയോഗിക്കാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അപ്പൊ അങ്ങനെ അവരത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഉറക്കം വന്നില്ല ആർക്കെങ്കിലൊക്കെ? അതാണോ ഒരു റെസ്പോണ്ടും ഇല്ലാതിരിക്കണേ? ഇല്ല, ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എണിച്ചിട്ട് അങ്ങോട്ട് ഇരുന്നു കേട്ടോ. ഓക്കെ, ഉച്ച കഴിഞ്ഞല്ലേ, ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വയറൊക്കെ നിറഞ്ഞിരിക്കണ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നേരെ ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് കാണാലോ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാറുന്നൊക്കെ ഉള്ളത്. കിടന്ന് ക്ലാസ് കാണുന്നവരൊക്കെ ഉണ്ട് ആരെങ്കിലും ഒക്കെ? മാക്സിമം ഇരുന്ന് തന്നെ ക്ലാസ് ഒക്കെ കാണുക കേട്ടോ. ഇത് നമുക്ക് ഉറക്കം വരും. ഉച്ച കഴിഞ്ഞൊക്കെ ആകുമ്പോൾ മോർണിംഗ് ആണെങ്കിൽ പിന്നെ നമുക്ക് അത്ര ഇതില്ല. ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പോ ചെറിയ കുഞ്ഞുറക്കമൊക്കെ വരാം. ഓക്കെ,
ഒന്ന് ഫ്രഷ് ആവുക. അങ്ങനെയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ, നിങ്ങളൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇനി കുഴപ്പമില്ല, എന്തായാലും ഇത് നമുക്ക് കേൾക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളതല്ലേ, ബോറടിപ്പിക്കണല്ലോ. ബോറടിക്കണ്ട ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ എന്താ? നോൺ എമർജൻസി അറ്റൻഡന്റ്. അപ്പൊ നമുക്കറിയാലോ നോൺ എമർജൻസി ആണ്. അപ്പൊ എമർജൻസി കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യാം. അത്ര എമർജൻസി അല്ലാത്ത കേസുകളില്ലേ, അപ്പൊ അങ്ങനെയുള്ളത് ഉള്ള ആളുകളാണ്. ഓക്കെ, നോൺ എമർജൻസി അറ്റൻഡന്റ്. ദിസ് റോൾ ഹാസ് ഡിഫറെന്റ് ലെവൽ ഓഫ് ട്രെയിനിങ് അക്രോസ് ദ വേൾഡ്. അപ്പൊ ഈ നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് പല ട്രെയിനിങ്ങുകളാണ്. നമ്മളിപ്പോ ഇന്ന രീതിയിൽ എല്ലായിടത്തും ഒരേപോലെ ആവുന്നില്ല. ഈ ലോകമെമ്പാടും അവർക്ക് പല തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് കൊടുക്കുന്നത്. Okay, but these tasks are commonly only need to carry out the patient transport duties. കോമൺ ആയിട്ട് അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമുക്കിപ്പോ സ്ട്രക്ചറിലോ വിച്ച് ക്യാൻ ഇൻക്ലൂഡ് സ്ട്രക്ചർ ഓർ വീൽ ചെയർ കേസസ്. ഇപ്പൊ സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ നമുക്ക് ആംബുലൻസിലേക്ക് കയറ്റണമല്ലോ, അല്ലെങ്കിൽ വീൽ ചെയറിൽ നിന്നൊക്കെ ആംബുലൻസിലേക്ക് അവരെ സേഫ് ആയിട്ട് കയറ്റണ്ടേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അപ്പൊ അത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങള് അവര് ആ സ്റ്റാഫുകള് അത് അറിഞ്ഞിരിക്കണം. എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് അവരെ കയറ്റാം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്ട്രക്ചർ വീൽ ചെയർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ പേഷ്യൻസിനെ സേഫ് ആയിട്ട് ഇറക്കാം എന്നുള്ള കാര്യങ്ങൾ. ഇതിനേക്കാളും റാദർ ദാൻ അക്യൂട്ട് കെയർ, അതായത് ഒരു തീവ്ര എമർജൻസി ഒന്നും വേണ്ട, ഒരു തീവ്ര പരിചരണം ഒന്നും വേണ്ട, അതിന് പകരമായിട്ട് അവർക്ക് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് നോൺ എമർജൻസി അറ്റൻഡന്റിന്റെ ഡ്യൂട്ടി. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേത്. അവർക്ക് ഒരു എന്താ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, only need to carry out patient transport duties when which include structure or wheelchair cases. സ്ട്രക്ചറിൽ ഇരുത്തി കൊണ്ടുപോകേണ്ട പേഷ്യൻസ് ആണ്, വീൽചെയറിൽ പേഷ്യൻസിനെ നമ്മൾക്ക് ആംബുലൻസിലേക്ക് എങ്ങനെ സേഫ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതിയാവും. അതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ അവരെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണെങ്കിലും സ്ട്രക്ചറൊക്കെ ഇങ്ങനെ അതിനൊക്കെ ഒരു മരക്കം വേണമല്ലോ, മരങ്ങ് വേണമല്ലോ നമുക്ക്. അത് കൊണ്ടുപോകാനും നമ്മളത് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ ആ ഒരു ഇത് കിട്ടിയാൽ മതി അവർക്ക്. അത് ചെയ്യുക എന്നുള്ളതാണ്. ഡിപ്പെൻഡ് ഓൺ പ്രൊവൈഡർ, they may be instructed in first aid or extent skills such as the use of AED, oxygen therapy and other life-saving or palliative care. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ രാജ്യങ്ങളിൽ പല സ്ഥലത്തും പല ട്രെയിനിങ് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നവരെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടി ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കോമൺ ആയിട്ട് നോൺ എമർജൻസി അറ്റൻഡന്റിന് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. അവർക്കുടെ ഡ്യൂട്ടിയാണ് ക്യാരി ഔട്ട് ദ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടി. ക്യാരി ഔട്ട് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് ഇതാണ് എല്ലാവർക്കും കോമൺ ആയിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇത് ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരെ ഡിപ്പെൻഡിങ് ഓൺ പ്രൊവൈഡർ, ആ പ്രൊവൈഡറിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് എന്താ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ, അല്ലെങ്കിൽ AED ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, ഓക്സിജൻ തെറാപ്പി, അല്ലെങ്കിൽ മറ്റുള്ള ലൈഫ് സേവിങ് ഓർ പാലിയേറ്റീവ് സ്കിൽസ്, നമുക്ക് പാലിയേറ്റീവ് സ്കില്ലുകൾ, അല്ലെങ്കിൽ അവരുടെ ആ പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ചില കാര്യങ്ങൾ, അതിന് അവർക്ക് എന്ത് കൊടുക്കാം, അവരോട് നിർദ്ദേശിക്കാം. അപ്പൊ അതിനുള്ള ട്രെയിനിങ് കൊടുക്കാം. അത് പ്രൊവൈഡറിനെ ബേസ് ചെയ്തിട്ടിരിക്കും. They may give emergency cover when other units are not obtainable. അപ്പൊ അത് അവർക്ക് ഓൾറെഡി അറിയാമെങ്കിലും അവരെന്താ, അവർക്ക് അത് കൊടുക്കണമെങ്കിൽ എങ്ങനെ വേണം, അവിടെ മറ്റുള്ള യൂണിറ്റുകളിൽ അത് നമുക്ക് ലഭ്യമല്ലാത്തപ്പോൾ they may give emergency cover. അപ്പൊ എപ്പോഴവർക്ക് എമർജൻസി കവർ കൊടുക്കാം, അതിൽ അവർക്ക് ഇടപെടാം
എപ്പോഴാണ്? when other units are not obtaining, മറ്റു യൂണിറ്റിൽ നിന്ന് എമർജൻസി കവർ കിട്ടാത്തപ്പോഴ് അവർക്ക് എമർജൻസി കവർ കൊടുക്കാം. or when accompanied by a fully qualified technician or paramedics, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യന്റെയോ അല്ലെങ്കിൽ പാരാമെഡിക്സിന്റെയോ ഒക്കെ സാമീപ്യത്തില് അവർക്ക് ഈ എമർജൻസി കവർ നൽകാം. രണ്ട് ഓപ്ഷൻ അവിടെ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ പ്രൊവൈഡറിന് ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു അവർക്ക് എന്താണ് ഈ ഫസ്റ്റ് എയ്ഡോ അല്ലെങ്കിൽ AED, CPR ഇതൊക്കെ കൊടുക്കാനുള്ള ട്രെയിനിങ്ങുകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ആ പേഷ്യൻസിന്റെ ജീവൻ രക്ഷിക്കാനുള്ളത് ക്കാനുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് എന്താ അത് കൊടുക്കാൻ എപ്പോഴാണ്, ഏത് അവസരത്തിലാണ് അവർക്ക് ആ ഒരു ഒരു റോൾ ഉള്ളത്? അപ്പൊ മറ്റു യൂണിറ്റിൽ നിന്നും എമർജൻസി കവർ കിട്ടാത്തപ്പോഴ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ പാരാമെഡിക്സ് എന്ന് വെച്ചറിയാനോ ഡോക്ടറും നേഴ്സും അല്ലാതെയൊക്കെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ. ഡോക്ടറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ്. അപ്പൊ അവർക്കുടെയൊക്കെ പ്രസൻസില് നമുക്ക് വേണമെങ്കിൽ എന്താ അവർക്ക് ഈ എമർജൻസി കവർ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, അത് ക്ലിയർ അല്ലേ? നോൺ എമർജൻസി അറ്റൻഡൻസ്. അപ്പൊ അതിന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ക്യാരി ഔട്ട് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ്. പിന്നെ അത് അവർക്ക് ആ ട്രെയിനിങ് കിട്ടുന്ന എവിടെ നിന്നാണെന്നൊക്കെ ഉള്ളതിന് ബേസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കഴിവുകൾ AED ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ലൈഫ് സേവിങ് അല്ലെങ്കിൽ പാലിയേറ്റീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്വാന്തനം, അവർക്കൊക്കെ അവരൊന്ന് കെയർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഉള്ള സ്കില്ലുകൾ അവർക്ക് അതിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടും. പക്ഷെ എന്താ, അത് മറ്റു യൂണിറ്റിൽ നിന്ന് അങ്ങനെയൊന്നും കിട്ടാത്തപ്പോഴ് അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യനോ അല്ലെങ്കിൽ പാരാമെഡിക്സോ അവരുടെ പ്രസൻസിൽ മാത്രം അവർക്ക് എമർജൻസി കവർ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ഫോർത്ത് വൺ, എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ. എമർജൻസി കെയർ അസിസ്റ്റന്റ്. അപ്പൊ നമുക്കറിയാം എമർജൻസി സിറ്റുവേഷനിൽ ആണെങ്കിലും അല്ലെങ്കിൽ നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. രണ്ട് കണ്ടീഷനിൽ, എമർജൻസി ആണെങ്കിലും അല്ലെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കഴിവുകളുള്ള അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. Frontline ambulance drivers who arrive at occurrence in both emergency and non-emergency situation. രണ്ട് സിറ്റുവേഷനിലും, എമർജൻസി സിറ്റുവേഷനിലും നോൺ എമർജൻസി സിറ്റുവേഷനിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ്. Their job is to help the technician or paramedics. അണ്ടർലൈൻ ചെയ്തിട്ടേ, രണ്ട് പോയിന്റും അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. എമർജൻസി ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ്. അവരുടെ ഡ്യൂട്ടി എന്താ, അവരുടെ ജോബ് എന്താ? ഈസ് ടു ഹെൽപ് ദ ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. They are working with carry out their duties. കണ്ടോ, അതായത് ഈ നമ്മുടെ ടെക്നീഷ്യനോ അല്ലെങ്കിൽ പാരാമെഡിക്സോ അവരവരുടെ ജോലി ചെയ്യൂലേ, അവർക്കുടെ ജോലി ചെയ്യുമ്പോൾ നടപ്പിലാക്കുമ്പോൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടെക്നീഷ്യനെയോ പാരാമെഡിക്സിനെയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അസിസ്റ്റ് ചെയ്യുക, അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതേതൊക്കെയാ? such as making of medications, മരുന്നുകള് നമ്മൾ കൊടുക്കാനായിട്ട്, സെറ്റിംഗ് അപ്പ് ഫ്ലൂയിഡ് സെറ്റ് ചെയ്യാനായിട്ട്, ബട്ട് നോട്ട് അറ്റാച്ച്. പക്ഷെ അത് നമ്മൾ അറ്റാച്ച് ചെയ്യണ്ട, അറ്റാച്ച് ചെയ്യാനുള്ള അത്രയും ഇതില്ല അവർക്ക്. ഇപ്പൊ നമ്മള് ഈ പാരാമെഡിക്സിനകത്ത് നമ്മള് പറയൂലേ, ലാബിലുള്ളവര്, ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരും ഒക്കെ പാരാമെഡിക്സിനകത്ത് ഉൾപ്പെടുന്നവരാണ്. അപ്പൊ അവര് ഇതൊക്കെ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോളൂ, പക്ഷെ അതിനെ അറ്റാച്ച് ചെയ്തോളൂ. പക്ഷെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ, എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ മാത്രം മതി. ഓക്കെ, അവരത് അറ്റാച്ച് ചെയ്യണ്ട, പക്ഷെ അത് സെറ്റ് ചെയ്താൽ മതി. ഓരോന്ന് എടുത്തും അതിൻ്റെതായ രീതിക്കൊക്കെ എടുത്തും വെക്കും. ഇപ്പൊ ഗ്ലൂക്കോസ് ഒക്കെ ആണെങ്കിലും നമ്മൾ അത് ഇടുന്നെങ്കിൽ സ്റ്റാൻഡ് എടുത്ത് വെച്ച് ആ ബോർഡിൽ എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക.
സെറ്റിംഗ് ഓഫ് ഫ്ലൂയിഡ്സ് ബട്ട് നോട്ട് അറ്റാച്ചിങ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അവർക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഇതില്ല, അല്ലെങ്കിൽ ആ പേഷ്യന്റിലേക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള വോയിസ് ഇല്ല അവർക്ക്. ഓർ ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ പേഷ്യന്റ് സിമ്പിൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് എമർജൻസി കെയർ അസിസ്റ്റന്റിൽ വരുന്നത്. അപ്പൊ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളായിരിക്കും അവരുടെ ജോബ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് ചെയ്തോട്ടോ. ഈസ് ടു ഹെൽപ്പ് ദ ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. ടെക്നീഷ്യനെയോ പാരാമെഡിക്സിനെയോ അവരുടെ വർക്കുകളില് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ അതില് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതാണ് അഞ്ചാമത്തെ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. Okay, the technicians are generally able to do a wide range of emergency skills such as defibrillation, spinal immobilization, bleeding control, splinting of suspected fracture, helping the patient with some medications and oxygen therapy. ഇവിടെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി കേസ് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം. എമർജൻസി കേസുകൾ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. സച്ചാസ് എന്തൊക്കെയാ? ഡിഫിബ്രിലേഷൻ, നമ്മൾ പറഞ്ഞില്ലേ ഡിഫിബ്രിലേഷൻ. ഇല്ലേ? അടുത്ത നോക്കിയേ, സ്പൈനൽ ഇമ്മൊബൈലൈസേഷൻ എന്ന് വെച്ചാൽ പറയുന്നത് നട്ടെല്ല് നിശ്ചലമാക്കാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ബോൺസിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ, ബാക്ക്ബോണിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് നമ്മൾ അനങ്ങാതെ വേണം ആ പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെ? അപ്പൊ അങ്ങനെ അതിലൊക്കെ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരായിരിക്കും. അപ്പൊ നട്ടെല്ലിനൊന്നും കൂടുതൽ അനക്കം തട്ടാത്ത രീതിയിൽ അപ്പൊ അവരെ അത്രമാത്രം ശ്രദ്ധ കൊടുത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ള സ്കില്ലുകൾ അവർക്ക് വേണം. ബ്ലീഡിങ് കൺട്രോൾ, പിന്നെ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ളത്, ഒത്തിരി ബ്ലീഡിങ് ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള സ്കില്ലുകൾ വേണം. സ്പ്ലിറ്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചർ, അതായത് സംശയാസ്പദമായിട്ടുള്ള ഫ്രാക്ചർ, നമ്മള് എന്തെങ്കിലും ഒടിവുകളൊക്കെ വരികയാണെങ്കിൽ, ഫ്രാക്ചർ വരികയാണെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ കയ്യിലൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക ഫ്രാക്ചർ ഒക്കെ വന്നു, ബോൾസ് ബ്രേക്ക് ആയി എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കുക? പെട്ടെന്ന് കൈക്ക് നീര് വരൂല്ലേ? നമ്മൾ വീണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ കൈക്കൊക്കെ എന്തെങ്കിലും ഒടിവൊക്കെ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് ആ ഭാഗം വീർത്ത് വരും, ഭയങ്കര വേദനയുമായിരിക്കും, തൊടാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഫ്രാക്ചർ ആണോ എന്നുള്ളത് ഒരു സംശയം ഉണ്ടെങ്കിൽ അപ്പൊ അത് ആ ഭാഗം ഇതുപോലെ തന്നെ അനക്കാതെ നമ്മളൊരു വാരി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് വേണം അവരെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ കൈ ഇപ്പൊ അങ്ങനെ ഇരിക്കണ കൈ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയൊരു ഒരു അകൽച്ച മാത്രം ഉള്ളെങ്കിൽ ചിലപ്പോ അത് നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും അത് ബ്രേക്ക് ചെയ്ത് പോകാം, പൊട്ടിപ്പോകാം, അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ വലിച്ചു കെട്ടാൻ ഒരു കഴിവുള്ള ആളുകളായിരിക്കണം അങ്ങനത്തേത്. ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻ ആൻഡ് ഓക്സിജൻ തെറാപ്പി, പേഷ്യൻസിന് ചില മരുന്നുകൾ കൊടുക്കാനും പിന്നെ ഓക്സിജൻ തെറാപ്പി, ഓക്സിജൻ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഓക്സിജൻ തെറാപ്പി കൊടുക്കാനും ഒക്കെ അതിലൊക്കെ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സഹായിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കില്ലുള്ള ആളായിരിക്കണം. അത്രയും ആണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെ സ്കിൽസ് വേണം അവർക്ക്? Technicians, emergency medical technicians are generally able to do a wide range of emergency skills. Defibrillation, spinal immobilization, bleeding control, splinting of suspected fracture, സംശയാസ്പദമായിട്ടുള്ള ഒടിവുകൾ, and helping the patient with some medication, patients ചില മരുന്നുകൾ കൊടുക്കാൻ സഹായിക്കാൻ, ഓക്സിജൻ തെറാപ്പി, ഇതിലെല്ലാം സഹായിക്കാനുള്ളൊരു അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. Certain countries split this term into two levels. എന്നാൽ ചില രാജ്യങ്ങളിൽ നമുക്ക് ഇതിനെ 2 ലെവലിൽ സ്പ്ലിറ്റ് ചെയ്യാം. Such as in the US എങ്ങനെയാ? വേഗ എമർജൻസി മെഡിക്കൽ ടീം, EMT ടെക്നീഷ്യനിലാണെങ്കിലും ഇതുണ്ട് കേട്ടോ.
എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, ബേസിക് ആൻഡ് EMT. അത് EMT-യിലാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഇന്റർമീഡിയറ്റ്. അങ്ങനെ 2 രീതിയിലും നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. EMT ബേസിക് ആൻഡ് EMT ഇന്റർമീഡിയറ്റ്. ഇനി അടുത്തത് രജിസ്ട്രേഡ് നേഴ്സ് ആണ്. 6, 6ാമത്തെ രജിസ്ട്രേഡ് നേഴ്സ്. In certain system, nurses are the principal providers of advanced care on ambulance, usually in the place of paramedics. Nurses may also work on ambulance for critical care transport. In certain countries, in certain system, അതായത് ചില ഇതിനകത്ത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പാരാമെഡിക്സില് ആംബുലൻസിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കേണ്ട കേസുകളിൽ പ്രൊവൈഡ്സ് ഓഫ് അഡ്വാൻസ്ഡ് ലെവൽ കെയർ ഓൺ ആംബുലൻസ്. അപ്പൊ ചില കേസുകളിൽ നമ്മൾ അഡ്വാൻസ് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ട കാര്യങ്ങളിലുണ്ടല്ലോ, അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുത്തു പോകേണ്ട കേസുകളില് അപ്പൊ അവർക്ക് പാരാമെഡിക്സ് മതിയാവില്ല. അപ്പൊ പാരാമെഡിക്സുകളുടെ സ്ഥാനത്തില് ഒരു രജിസ്ട്രേഡ് നേഴ്സ് തന്നെ വേണ്ടി വരും. അപ്പൊ ഫസ്റ്റ് ആണ്. അപ്പൊ അതില് ആംബുലൻസിൽ ഒരു നേഴ്സ് ഉണ്ടാവണം, രജിസ്ട്രേഡ് നേഴ്സ് ഉണ്ടാവണം. ഏതിലാ? അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുത്ത് പോകേണ്ട ആ ഒരു കേസുകളില് നമ്മള് ആ പാരാമെഡിക്സിന്റെ സ്ഥാനത്ത് ഒരു രജിസ്ട്രേഡ് നേഴ്സ് വേണം. Nurse may also work on ambulance for critical care transport. Critical care transport അതില് നമ്മള് നേഴ്സുകളും ആംബുലൻസിലും വേണം. ഓക്കെ, ഇനി അടുത്തത് പാരാമെഡിക്സ് ആണ്. പാരാമെഡിക്സ് പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഡോക്ടറിനെ നേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടർ നേഴ്സും അല്ലാതെ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് എ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് ആൻഡ് ഓഫൺ കംപ്രസസ് ഓഫ് കീ സ്കിൽസ് നോട്ട് അവൈലബിൾ ഫോർ ടെക്നീഷ്യൻസ് such as cannulation, tracheal intubation and other skills such as executing a cricothyrotomy. ഓക്കെ, അപ്പൊ പാരാമെഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിസ് ഈസ് എ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ്. നല്ല മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. അതായത് ടെക്നീഷ്യൻസിന് അനുവദീയമല്ലാത്ത കഴിവുകൾ, ഇപ്പൊ ടെക്നീഷ്യനെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള അവർക്ക് അലോബിൾ അല്ലാത്ത അനുവദനീയമല്ലാത്ത പല കഴിവുകളും കിട്ടിയിട്ട് അങ്ങനെ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരാണ് ആര്? പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കൽ എമർജൻസി ട്രാൻസ്പോർട്ടുകളില് അതില് അങ്ങനെ പോകുന്ന നല്ല എമർജൻസി ആയിട്ട് പോകുന്ന കേസുകളിൽ ആംബുലൻസിൽ പാരാമെഡിക്സ് വേണ്ടി വരാം. എമർജൻസി കേസ് ആണെങ്കിൽ അപ്പൊ അവർക്ക് ടെക്നീഷ്യൻ പോരാ, ആ ടെക്നീഷ്യന്റെ സ്ഥാനത്ത് ആര് വേണം? പാരാമെഡിക്സ് തന്നെ വേണ്ടി വരാം. അപ്പൊ ടെക്നീഷ്യന് അനുവദനീയമല്ലാത്ത പല കഴിവുകളും അവർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത്രയും ട്രെയിനിങ് കൂടി കിട്ടിയവരായിരിക്കും അവര്. സച്ച് ആസ് കാനുലേഷൻ. ഫസ്റ്റ് ആണ് കാനുലേഷൻ. എന്താ കാനുലേഷൻ എന്ന് പറയുന്നത്? കാനുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാനുലേഷൻ എന്ന് പറഞ്ഞ എന്താ? നമ്മള് ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് കറക്റ്റ് വെയിൽ കണ്ടുപിടിക്കണം അല്ലെ? കറക്റ്റ് വെയിൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ക്യാനുല നമ്മളത് നമ്മുടെ കയ്യിലാണെങ്കിൽ കയ്യിൽ സെറ്റ് ചെയ്ത് വെക്കൂലേ? പണ്ടത്തെ പോലെ എപ്പോഴും നമുക്ക് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കാൻ കുത്തണ്ട അല്ലെ? ആ ക്യാനുല അത് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ആ ക്യാപ്പ് മാറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ മതി അല്ലെ? അപ്പൊ അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് കറക്റ്റ് വെയിൽ കണ്ടുപിടിച്ച് നമ്മള് പിടിച്ച് അതിലൂടെ നമുക്ക് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും എന്നാണ്. അതൊരു ടാസ്ക് തന്നെയാണ് അല്ലെ? ഐ ബി ക്യാനുല വെക്കുന്നത്. ശരി, ക്യാനുല വെക്കുന്നത്. അപ്പൊ നമ്മള് അപ്പൊ എന്ന് പറഞ്ഞ് കറക്റ്റ് ചിലരൊക്കെ നമ്മൾ കുത്തി വെക്കുമ്പോ ഒറ്റ പ്രാവശ്യം കൊണ്ട് കിട്ടൂല അല്ലെ? ചിലരൊക്കെ പെട്ടെന്ന് വേഗം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ഒറ്റ കുത്തിന് തന്നെ കിട്ടും. ചിലപ്പോൾ നമ്മുടെ വെയിന്റെ വീക്ക് ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും. എന്തായാലും കറക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ കാനുലേഷൻ ചെയ്യാനായിട്ട് അറിവുള്ള അല്ലെങ്കിൽ അതിന് നല്ല കഴിവുള്ള ആളായിരിക്കണം.
and with the ability to administer a range of drugs such as morphine. Morphine പോലുള്ള മോർഫിൻ എന്തിനാ വേദന സംഹാരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണല്ലേ മോർഫിൻ. മോർഫിൻ പോലുള്ള വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള മരുന്നുകൾ നൽകാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ദെൻ അടുത്തതാണ് ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓക്സിജൻ നമുക്ക് ട്രക്കിയ ഓപ്പൺ ചെയ്യുന്ന ഒരു ഇതാണ്. ഈ നമ്മുടെ ഒരു ട്യൂബ് നമ്മുടെ അകത്തേക്ക് ഇട്ടിട്ട് മൗത്തിൽ കൂടെയോ അല്ലെങ്കിൽ നോസിൽ കൂടെയോ ഒരു ട്യൂബ് നമ്മുടെ അങ്ങനെ അകത്തേക്ക് ഇട്ടിട്ട് ട്രക്കിയക്ക് അകത്തേക്ക് ഇട്ടിട്ട് അവിടെ ഓക്സിജൻ കൊടുക്കുന്ന അതാണ് ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ട്രക്കിയയിലേക്ക് നമ്മളൊരു ട്യൂബ് അത് മൗത്തിക്കടി ചിലപ്പോ നോസിക്കടി ആവാം. അതേപോലെ ട്യൂബ് ഇട്ട് എന്താണ് ഓക്സിജൻ ഡെലിവറി ചെയ്യാണ്. അത് അങ്ങനെ കൊടുക്കാനുള്ള ട്രക്കിയൽ ഇൻക്യുബേഷൻ ആൻഡ് അതർ സ്കിൽസ് സച്ച് ആസ് എക്സിക്യൂട്ടിംഗ് എ ക്രൈക്കോതൈറോട്ടമി ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്കില്ല് ഉള്ളതാണ്. എന്താ ക്രൈക്കോതൈറോട്ടമി എന്ന് പറയുന്നത്? നമുക്ക് ചില കേസുകളിലൊക്കെ പേഷ്യൻസിന് മൂക്കിനോട് ചിലപ്പോൾ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ എന്ത് ചെയ്യും? അവർക്കുടെ കഴുത്തില് തൊണ്ടയില് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ ഒരു ചെറിയ എക്യുപ്മെന്റ് വെക്കും. അപ്പൊ അതില് നമുക്ക് അതിൽ കൂടെ നമുക്ക് ഈ എന്താ പറയാ ഈ തൊണ്ടയിലൊക്കെ നിറഞ്ഞിരിക്കുന്ന കഫമൊക്കെ ഇങ്ങനെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും, സക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു ക്രൈക്കോതൈറോട്ടമി ചെയ്യാനുള്ള ആ കഴിവുള്ള ആളായിരിക്കണം ഏതെന്ന് പറയാം. അങ്ങനെയുള്ള നല്ല ലെവൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല എമർജൻസി ആയിട്ട് ക്രിട്ടിക്കൽ കെയർ കേസുകളില് നമ്മൾ ആംബുലൻസില് ഇങ്ങനെ പാരാമെഡിക്സ് വേണം. ക്രൈക്കോതൈറോട്ടമി മനസ്സിലായോ? നമുക്ക് നമ്മുടെ മൂക്കിലൂടെ ശ്വാസം വിടാൻ പറ്റാത്ത കേസുകളില് നമ്മുടെ തൊണ്ടയിൽ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് അവിടെ ഒരു എക്യുപ്മെന്റ് വെക്കും. അതിൽ കൂടെ നമുക്ക് ഓക്സിജൻ ഡെലിവറി ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും തൊണ്ടയിലൊക്കെ കഫം ഒക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിൽ കൂടെ നമുക്ക് സക്ക് ചെയ്ത് വലിച്ചെടുക്കാൻ പറ്റും. അതാണ് ക്രൈക്കോതൈറോട്ടമി എന്ന് പറയുന്നത്. ക്രൈക്കോതൈറോട്ടമി. അപ്പൊ അങ്ങനെയുള്ള നല്ല ട്രെയിനിങ് കിട്ടിയവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ വേണം അവർക്ക്? കാനഡേഷൻ ചെയ്യാൻ അറിയണം, മോർഫിൻ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ അതിനുള്ളൊരു മരുന്നുകൾ നൽകാനുള്ള കഴിവ് വേണം, ട്രക്കിയൽ ഇൻക്യുബേഷൻ ഇത് വേണം, പിന്നെ എക്സിക്യൂട്ടിംഗ് എ ക്രൈക്കോതൈറോട്ടമി നിർവഹിക്കാനുള്ള ആ ഒരു കഴിവും വേണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരാണ് പാരാമെഡിക്സ്. ഓക്കെ, ഇനി അടുത്തതാണ് 8ാമത്തെ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. എമർജൻസി കെയർ പ്രാക്ടീഷണർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യാത്തില്ല, കുഴപ്പമില്ല അല്ലെ? അതിന്റെ ആ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്താൽ മതി. എന്താണെന്നൊന്നും ചോദിക്കൊന്നുമില്ല. അതിനകത്ത് നമുക്കിപ്പോ എന്തൊക്കെ കഴിവുകൾ ഉണ്ടാവാമെന്ന് ചോദിക്കാം കേട്ടോ. കാനഡേഷൻ ചെയ്യാനുള്ള അറിവ് വേണം, പിന്നെ മോർഫിൻ പോലുള്ള വേദന സംഹാരികൾ ഉപയോഗിക്കാനുള്ള കഴിവ് അവർക്ക് വേണം, പിന്നെ ട്രക്കിയൽ ഇൻക്യുബേഷൻ നമ്മൾ പറഞ്ഞല്ലോ, എന്നുവെച്ചാൽ മൂക്കിൽ കൂടെയോ നോസിൽ കൂടെയോ ഒക്കെ ഇങ്ങനെ ട്യൂബ് ഇട്ടിട്ട് നമ്മുടെ ട്രക്കിയയിലേക്ക് ആ ട്യൂബ് ഇട്ടിട്ട് അവിടെ ഓക്സിജൻ ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ കൊടുക്കുക, അതാണ്. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. പിന്നെ ക്രൈക്കോതൈറോട്ടമി, അത് ഇവിടെ തൊണ്ടയിൽ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്ക് ഒരു എക്യുപ്മെന്റ് വെക്കും. എന്നിട്ട് അവിടെ നമുക്ക് ഇങ്ങനെ കഫമൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്നത്. ചിലർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോഴും ഇങ്ങനെ ഇവിടെ ഹോൾ ഉണ്ടാക്കി ഒരു ഇത് വെക്കാം, എക്യുപ്മെന്റ് വെക്കാം. അപ്പൊ അതില് ചിലപ്പോൾ നമുക്ക് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള അതിൽ പ്രസ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഈ ക്രൈക്കോതൈറോട്ടമി ചെയ്യാനുള്ള അതിനുള്ള സ്കില്ലും അവർക്ക് വേണം. ഓക്കെ, ഇനി 2-3 കൂടി ഇല്ല അല്ലെ? എമർജൻസി കെയർ പ്രാക്ടീഷണർ ആണ് അവർക്ക്. ഇത് ഒരെണ്ണം കൂടി നോക്കാം. ബാക്കിയൊക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. സിംഗിൾ കുഴപ്പമൊന്നുമില്ല. എമർജൻസി കെയർ പ്രാക്ടീഷണർ
emergency care practitioner. This position is outlined to a bridge link between ambulance care and the care of general practitioner. ആംബുലൻസിലെ കെയറും പിന്നെ അതുപോലെ തന്നെ ഒരു ജനറൽ പ്രാക്ടീഷണർ അദ്ദേഹത്തിന്റെ ആ ഒരു കെയർ അവര് തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനാണ് ഈ ഒരു സ്ഥാനം. അവര് തമ്മിൽ കണക്ട് ചെയ്യാനാണ്. ആംബുലൻസിലെ കെയറും അതുപോലെ തന്നെ ജനറൽ പ്രാക്ടീഷണറും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനാണ് ഈ ഒരു പൊസിഷൻ. അതായത് നോക്കാം, ECP എന്ന് പറയുന്നത്, ECP എമർജൻസി കെയർ പ്രാക്ടീഷണേഴ്സ് ആർ ഓൾറെഡി എലിജിബിൾ പാരാമെഡിക്സ് who have gone through further training and are trained to dictate medicines for longer period care such as antibiotics, as well as being trained in the range of additional diagnostic technique. അതായത് നമ്മള് ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ അയാളും ഈ ഹോസ്പിറ്റലിലുള്ള ഡോക്ടറും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ECP എന്ന് പറയുന്നത് അയാളും എമർജൻസി കെയർ പ്രാക്ടീഷണറും ഹോസ്പിറ്റലിലുള്ള ഡോക്ടറും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ പാരാമെഡിക്സിനെ പോലെ തന്നെയാണ്, പക്ഷെ എന്താ, പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയവരാണ്. ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതാണ് പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അത് already eligible paramedics കണ്ടോ. പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ്. who have gone through the further കണ്ടോ. പിന്നീട് പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ്. and are trained to dictate medicine for longer period care. ദീർഘനാളത്തേക്ക് നമുക്ക് അങ്ങനെയുള്ള ഈ ആന്റിബയോട്ടിക് പോലുള്ള ലോങ്ങർ കെയർ വേണ്ടി കൊടുക്കുന്ന മരുന്നുകൾ, മെഡിസിൻസ് നിർദ്ദേശിക്കാനായിട്ട് അവർക്ക് പറ്റും. അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ്. as well as being trained in a range of additional diagnostic tests. അതിന്റെ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകളും അതൊക്കെ അതിന് ചെയ്യാനുള്ള ട്രെയിനിങ്ങുകളും ഒക്കെ കിട്ടിയിട്ടുള്ളവരാണ്. അതായത് നമ്മൾ പറയുന്നത് ഇതിനകത്ത് കൂടുതൽ നമ്മൾ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കേസുകളിലൊക്കെ, കൂടുതൽ കെയർ കൊടുക്കേണ്ട കേസുകളിൽ നമുക്ക് ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ വേണ്ടി വരും. അപ്പൊ ഈ പാരാമെഡിക്സിനേക്കാളും ചില കേസുകൾ നമ്മൾ പറഞ്ഞു പാരാമെഡിക്സ് മതി എന്ന് പറയും. എന്നാൽ കുറച്ചും കൂടി അതാണ് നമ്മൾ ആ ഇന്റൻസിറ്റി അനുസരിച്ച് ആ കൊണ്ടുപോകുന്ന പേഷ്യൻസിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ നമ്മൾ ഓരോ ഇതനുസരിച്ച് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ, അങ്ങനെയുള്ള കോഴ്സ് ആയിരിക്കും ആംബുലൻസിൽ വേണ്ടത്. ഓക്കെ, അപ്പൊ പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് ഏത് ECP എന്ന് പറയുന്നത്, എമർജൻസി കെയർ പ്രാക്ടീഷണർ. അപ്പൊ 7 നോക്കി വെക്കട്ടോ. ബാക്കിത്തെ 8 ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി 8, 9, 10 അത് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ നോക്കി നോക്കാം കേട്ടോ. കുറച്ചതിലേ ഉള്ളൂ. നെക്സ്റ്റ് അതിനുശേഷം അടുത്ത ചാപ്റ്റർ നോക്കാം. ഇത് 8ാമത്തെ നോക്കും അടുത്ത ക്ലാസ്സിലൊന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, ക്ലാസ് വേണ്ടി ചെയ്തോട്ടെ. നെക്സ്റ്റ് മാം അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ബൈ.